ഞാൻ തോമസ് കുട്ടി, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു, കാഞ്ഞിരപ്പള്ളി രൂപതയിൽ. എൻ്റെ ഒരു സഹോദരി ഒരു 3 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ധ്യാനം കൂടാനായിട്ട് വന്നിരുന്നു. ഞാൻ താമസിക്കുന്നത് ഒരു വന്യമൃഗങ്ങളൊക്കെ ശല്യമുള്ളൊരു പ്രദേശത്താണ്, വനത്തിറമ്പിലാണ്. അപ്പോൾ എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള ആ പ്രദേശത്താണ്. അപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പാക്കറ്റ് ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് പറമ്പിലൊക്കെ വെതറിയാൽ വന്യമൃഗങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. ഈ കടുവ തൊട്ട് കുറച്ച് മുമ്പാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ തൊട്ടയൽവക്കത്തുള്ള 20ഓളം വീടുകളിൽ നിന്ന് വളർത്തുനായെ പുലി പിടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയുള്ള വലിയ ശല്യമുണ്ട്. പോത്തൊക്കെ പറമ്പിലുണ്ട്, മ്ലാവ്, പന്നി, കേഴ എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാനത് വിശ്വാസത്തോടെ ഈ ഉപ്പ് എൻ്റെ വസ്തുവിൻ്റെ അതിരുകളിൽ വെതറിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആകാറായി. ഇന്ന് വരെ അതിന് ശേഷം ഒരു വന്യമൃഗങ്ങളും പറമ്പിൽ കയറിയിട്ടില്ല. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ് അതാണ്, മനസ്സിലായോ? അപ്പോൾ ഈ വന്യമൃഗങ്ങളൊക്കെ ഈ സ്ഥലത്തിന് പുറത്തൂടെ നടപ്പുണ്ട്, ഇതിനകത്ത് കയറുന്നില്ല. ഇതന്നെ ഇതാണ് പ്രതിഭാസം. എല്ലാവരും ചുറ്റുവട്ടത്തൊക്കെ നടക്കും, പക്ഷേ ഇവർ ഈ പറമ്പിക്ക് കയറില്ല. ഈ വന്യമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് പോലും ഉറങ്ങാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്, ഇത് കിടന്ന് വല്ലാതെ ശല്യം കുറയ്ക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പം ഞങ്ങളും ശാന്തമായിട്ട് ഉറങ്ങുന്നു, പട്ടി ഉറങ്ങുന്നു, അങ്ങനെ അവസ്ഥയിലാണ്. മറ്റൊന്ന്, വീടുകളിൽ ഞാൻ ഈ കാട്ടറമ്പായതുകൊണ്ട് ഈ പാറ്റായുടെ ശല്യം ഭയങ്കരമാണ്. ഇത് ഈ ചാകര പോലെയാണ്. ചില സമയങ്ങളിൽ ചില വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ഇത് പറന്നു വന്ന് വീടിലേക്ക് ഇങ്ങനെ ശല്യമാണിത്. നമുക്ക് വേണേൽ ചാക്കുംപടി വാരം അതുപോലെ വരും. ഞാനല്ല ഈ ഉപ്പ് വീടിന് ചുറ്റും ഇങ്ങനെ വെതറി. അത് പിന്നെ ഈ പാറ്റാ ശല്യമോ പിന്നെ എലി ശല്യം, എലി ഭയങ്കര ശല്യമായിരുന്നു. ഒരു കൃഷിയും തരുന്നില്ലായിരുന്നു. ഇപ്പോൾ എലിയെ കാണാൻ പോലും ഇല്ല, എലിയെ പോകുന്നത്. എലിയില്ല, പാറ്റ ഇല്ല, ഉറുമ്പില്ല, ഒന്നുമില്ല. എന്തൊരു വലിയ അത്ഭുതങ്ങളാണ് ഈ പറയണേ അല്ലേ? വെഞ്ചരിച്ച കല്ലുപ്പിൻ്റെ ശക്തിയാണ് ഈ പറയുന്നത്. വെഞ്ചരിച്ച കല്ലുപ്പ് കേട്ടോ. മറ്റൊന്ന്, എനിക്ക് AC ഉള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനോ വണ്ടിയിൽ കയറുന്നതിനോ മുറികളിൽ ഇരിക്കുന്നതിനോ പറ്റില്ലായിരുന്നു. കാരണം ഒന്നിൽ ഛർദ്ദിക്കാൻ വരും, അതല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവും. ഞാനിവിടെ വന്ന് ഇതിനകത്തോടെ കയറിയപ്പോഴേ ഇത് AC ആണ്. അന്നേരം എനിക്ക് മനസ്സിലായി മിക്കവാറും എങ്ങനെ ധ്യാനം കൂടുമെന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. നിങ്ങൾ ഞാൻ ഒന്നും അറിയാതെ പറഞ്ഞു, എൻ്റെ മാതാവേ എന്ന് മാത്രം പറഞ്ഞതായിട്ട് ഓർമ്മയേ ഉള്ളൂ. പക്ഷെ പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഛർദ്ദിക്കാൻ വരുന്നില്ല, പിന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടില്ല, ഒന്നും ഉണ്ടായില്ല എന്ന് വിളിച്ചു പറഞ്ഞതാണ്. നമ്മൾ AC-യുടെ അലർജിക്ക് സൗഖ്യം തരുന്നത്, സൗഖ്യം പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്.